എവരിവൺ, വെൽക്കം ടു ബാക്ക് ടു ബാലൻസ്. ബാക്ക് ടു ബാലൻസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ലേഡീസ് സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റ് ഡിസ്ചാർജ് അഥവാ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയും. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് സാധാരണ നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉഷ്ണം അഥവാ ചൂട് കൂടുതലാവുന്ന അവസ്ഥയിൽ വരുന്ന ഒരു പ്രോബ്ലംസ് ആണിത്. അക്യുപഞ്ചറിന്റെ കാറ്റഗറിയിൽ സാധാരണ ഈ വൈറ്റ് ഡിസ്ചാർജ് അഥവാ ഈ വെള്ളപ്പൊക്കിന്റെ അതിന്റെ കളർ അനുസരിച്ചിട്ടാണ് നമുക്ക് സാധാരണ ഇതിന്റെ എന്ത് ഡെഫിഷ്യൻസി അല്ല അഥവാ 5 എലമെന്റ്സ് പോയിന്റ്സ് അഥവാ 5 എലമെന്റ്സിൽ എന്തിന്റെ എലമെന്റിന്റെ ഡെഫിഷ്യൻസി ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ പറയുന്ന കാറ്റഗറി ഇപ്പൊ വെള്ള നിറമാണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വൈറ്റ് എന്ന് പറയുമ്പോൾ വെള്ള കളർ എന്നാണ് വരിക. പക്ഷെ എന്നാലും വെള്ള കളറാണ് ചിലർക്ക് വരുന്നതെങ്കിൽ അതിന് പർട്ടിക്കുലർ ഈ ഒരു പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്യാം. അതായത് ഈ ഒരു അക്യുപ്രഷർ പോയിന്റ്സിന് നമ്മൾ ക്ലോക്ക് വൈസ് 60 പ്രാവശ്യവും ആന്റി ക്ലോക്ക് വൈസ് 60 പ്രാവശ്യം നമ്മൾ മസാജ് ചെയ്യാം. അതേപോലെ ചില ആൾക്കാർക്ക് ഒരു എന്താ പറയാ ഒരു ഓഫ് വൈറ്റ് കളർ പോലെ വരാറുണ്ട്, കാരണം മൈദ കലക്കിയ പോലെയുള്ള അവസ്ഥയിൽ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ കാണിക്കുന്ന ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, മസാജ് ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് പെയിൽ യെല്ലോ കളറായിട്ട് വരാറുണ്ട്, കാരണം ഒരു തരം യെല്ലോയിഷ് കളറായിട്ടാണ് നമുക്ക് ചിലർക്ക് കാണാറ്. അങ്ങനെ യെല്ലോയിഷ് കളറായിട്ടാണ് നിങ്ങൾക്ക് അത് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മസാജ് ചെയ്യുക. കാരണം ഇത് മൂന്നിന്റെയും റൂട്ട് കോസ് അഥവാ മൂല കാരണം, ഇങ്ങനെ വരാനുള്ള മൂല കാരണം ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് എലമെന്റിന്റെ ഡെഫിഷ്യൻസിയോ അഥവാ എക്സസോ ആവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ലേഡീസ് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് കൊണ്ട് കൂടുതൽ സഫർ ചെയ്യുന്ന ആൾക്കാർ ഒരുപക്ഷെ അവരുടെ മെറ്റബോളിക് തന്നെ ഡിസോർഡർ ആവാനും അവർ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോകുന്ന അവസ്ഥയിലോട്ടൊക്കെ വരാറുണ്ട്, വെയിറ്റ് ലോസ് ആവുന്നത് കാണാറുണ്ട്. അപ്പൊ അത്തരം തരത്തിലോട്ടുള്ള ആൾക്കാർക്ക് ഈ വൈറ്റ് ഡിസ്ചാർജിന്റെ കളേഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന അക്യുപ്രഷർ പോയിന്റ്സിൽ മസാജ് ചെയ്ത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതിന് ശമനം കിട്ടുന്നതായിരിക്കും.